ഈ പരാജയം CPIM-ന്റെയോ LDF-ന്റെയോ അവസാനമായി ആരും കാണേണ്ടതില്ല. എപ്പോഴൊക്കെ അദ്ദേഹം പാർട്ടിയോ പ്രവർത്തകരോ ഒക്കെ നിരാശരായിരിക്കുന്നു, ആ സമയത്ത് അദ്ദേഹം സടകുടഞ്ഞെഴുന്നേൽക്കുന്ന രീതി പൊതുവിൽ. നമസ്കാരം. സിംഹത്തിന്റെ കഴുത്തിലും തലയിലും കാണപ്പെടുന്ന രോമങ്ങളാണ് സട. കാട്ടിലെ രാജാവും കരുത്തിന്റെ പ്രതീകവുമാണല്ലോ സിംഹം. പ്രതാപവും ശക്തിയും പ്രൗഢിയും നഷ്ടപ്പെട്ട് ദുർബലമായി കഴിയുമ്പോൾ ഗാംഭീര്യം നഷ്ടമാകും, എല്ലാം കൊഴിഞ്ഞു തുടങ്ങും. ഈ സാഹചര്യത്തിൽ ഒരു പഴയ ഗാനമാണ് ഈ സിംഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുള്ളത്. പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു. എങ്ങനെ? ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു. 82-ാം വയസ്സിൽ ഈ സിംഹത്തിന് ഇനി എന്ത് ജടയാ അല്ലെ സടയാ കൊഴിയാനുള്ളത്? തെരഞ്ഞെടുപ്പ് ഫലം വന്ന 15-ാം ദിവസമാണ് വായൊന്ന് തുറക്കുന്നത് ഈ സിംഹം. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ അവർ പലതും കുത്തി കുത്തി ചോദിക്കും. അതിനൊന്നും ഉത്തരം കൊടുക്കാൻ യാതൊന്നും കയ്യിലില്ല, കുനിഞ്ഞോടേണ്ടി വരും. എന്നാൽ കണ്ണൂർ കോട്ടയിൽ ചെന്ന് അടിമകൾക്ക് മുമ്പിൽ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അവരൊന്ന് ഉണരുകയും ചെയ്യും. അനാവശ്യ ചോദ്യങ്ങളൊന്നും വരികയില്ല. എന്തെങ്കിലും ചോദിച്ചാൽ നിൻ്റെ വീട്ടിൽ പോയി ചോദിക്കെന്ന് പറയുകയും ചെയ്യാം. സാധാരണയായി പിണറായി വിജയൻ സഖാവിനെ അടിമകളാരും പൊന്നാട അണിയിച്ച് പൊതുവേദികളിൽ നമ്മൾ കണ്ടിട്ടില്ല. അത്ര അടുത്തൊന്നും അടിമകളെ അദ്ദേഹം അടുപ്പിക്കാറില്ല. മാത്രവുമല്ല, വരുന്നവർക്ക് മുമ്പിൽ തല കുനിച്ചു കൊടുക്കുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചിലാണ്. മെഡില്ല ഒബ്ലോങ്കേറ്റയ്ക്ക് പരിക്ക് പറ്റും. എന്നാൽ ഇന്നലെ പൊന്നാടകളുടെ ബഹളമായിരുന്നു കണ്ണൂരിൽ. ഈ കോടി പുതപ്പിച്ച് ഒരു ഭാഗത്ത് കാർന്നവരെ ഇരുത്താനാണോ നിങ്ങളുടെ ലക്ഷ്യം? ഇത്രയും കാലം പിണറായിക്കൊപ്പം പറ്റിക്കൂടി നിന്ന P. ശശിയെയും സ്വീകരണ കമ്മിറ്റിയിൽ കണ്ടു. പട്ടാമ്പരവും കോടിമുണ്ടുമൊക്കെ പുതപ്പിച്ച് കാർന്നവരെ രാജകീയമായിട്ടാണ് അടിമകൾ കണ്ണൂർ കോട്ടയിലേക്ക് സ്വീകരിച്ചത്. പക്ഷേ സഖാക്കളുടെ മുദ്രാവാക്യത്തിലൊന്നും വേണ്ടത്ര ഉഷാറ് പോരായിരുന്നു. ഒരു ജീവനില്ലാത്തതുപോലെ. ചുരുക്കി പറഞ്ഞാൽ ഈ പാർട്ടി ഒരു മാറ്റത്തിന് തയ്യാറല്ല എന്നർത്ഥം. പല ജില്ലാ കമ്മിറ്റികളും പറയുന്നത് നൂറ്റാണ്ടിലെ മണ്ടത്തരമാണ് ഈ മനുഷ്യനെ പ്രതിപക്ഷ നേതാവാക്കിയത് എന്നാണ്. ആരും ഒന്നും ഭയക്കേണ്ട, നമ്മൾ വീണ്ടും വരുമെന്നാണ് പിണറായി വിജയൻ പ്രവർത്തകരെ പറഞ്ഞ് പിരികയറ്റുന്നത്. ആ വരുന്ന സർക്കാരിനെയും നയിക്കുന്നത് പിണറായി വിജയൻ തന്നെ ആയിരിക്കുമല്ലോ, അല്ലാതാരാണ്? തനിയെ നടക്കാൻ വയ്യാത്ത കാലത്തും അദ്ദേഹം പ്രതിപക്ഷ നേതാവാകാൻ തയ്യാറായതിൻ്റെ ഒരു ഗുട്ടൻസ് ഉണ്ട്. മരുമോൻ എന്തായാലും സീനിയോറിറ്റി നോക്കിയാൽ അതിനർഹനല്ല. KN ബാലഗോപാലോ സജി ചെറിയാനോ വല്ലതും പ്രതിപക്ഷ നേതാവായാൽ കണ്ണൂർ സഖാക്കളുടെ പാർട്ടിയിലുള്ള അപ്രമാദിത്യം അവസാനിക്കുമോ എന്ന ഒരു ചെറിയ ഭയം. കാരണം പാർട്ടിയുടെ ഒരു മസ്തകമായിട്ടാണ് കണ്ണൂരെ പാർട്ടിയെ ജനം കാണുന്നത്. സത്യത്തിൽ ഈ സ്വീകരണ കമ്മിറ്റി കണ്ടാൽ നമുക്ക് ചിരിയാണ് വരിക. മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നയാൾ അതിലും എത്രയോ ഉയർന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിലെത്തിയതിനുള്ള സ്വീകരണമാണെന്ന് ആരും ധരിച്ചു പോകും. സ്വയം തോറ്റ് പാർട്ടിയെയും പുഴുങ്ങിക്കുത്തി തോൽപ്പിച്ച് തിരിച്ചു വരുന്നയാൾക്ക് ഇത്രമാത്രം അഭിവാദ്യങ്ങൾ അർപ്പിക്കേണ്ടതുണ്ടോ എന്ന് നമുക്ക് തോന്നും. 1000 അഭിവാദ്യങ്ങളെന്നാണ് സഖാക്കന്മാർ പറയുന്നത്. എന്തൊക്കെയായാലും 1000-ൽ കുറയുന്ന പരിപാടിക്കൊന്നും നമ്മളില്ല. പിണറായി സഖാവിൻ്റെ മനസ്സൊന്ന് ആറി തണുത്തോട്ടെ എന്ന് കരുതിയാണ് അടിമകൾ ഇത്രയേറെ ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കിയത്. നിങ്ങൾ നിർഭയം പറഞ്ഞുകൊള്ളൂ എന്ന് അനുജ്ഞ കൊടുത്തു. അതോടെ പറച്ചിലുകാരുടെ ബഹളമായി. പിണറായി വിജയനെയും സെക്രട്ടറിയെയും ഇട്ട് പൊരിക്കുകയാണ് സഖാക്കൾ. പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P. ശശിയുടെ അവസ്ഥ എത്രയോ ഭീകരമാണെന്ന് ആലോചിക്കണം. ഇനി എന്തു പണി ചെയ്യും? ബിനാമി പേരിൽ തുടങ്ങാൻ പോയ അവസാനത്തെ പെട്രോൾ പമ്പാണെങ്കിൽ ഒന്നുമായില്ല. പിണറായി സഖാവിനെ ഉപദേശിച്ചും പിരികയറ്റിയും നല്ല പരുവത്തിലെത്തിച്ചു. പിണറായി വിജയൻ്റെ വലുത് കൈപ്പുറത്തിരുന്ന പ്രസ് സെക്രട്ടറി പ്രഭാവർമ്മ സാറ് ഇനി എന്ത് ചെയ്യുമോ ആവോ? അന്തഹന്ത് കിന്ത പട്ട എന്ന മാതിരി രാജാവിനെ സ്തുതിച്ച് എത്രയോ കാവ്യങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ചില്ലറ പട്ടും കിഴിയുമാണോ കിട്ടിയിട്ടുള്ളത്? മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി എന്ന പരിഗണനയിൽ എന്തുമാത്രം പുരസ്കാരങ്ങളാണ് രാജ്യത്തെല്ലാം നടന്ന് നേടിയെടുത്തത്. ഇനിയിപ്പോൾ ഇഷ്ടംപോലെ സമയമുള്ളതിനാൽ ശ്യാമമാധവം പോലെ ഗംഭീരമായൊരു സാധനം എഴുതി തുടങ്ങണം. പിണറായിയെ സ്തുതിക്കുന്ന ശ്യാമവിജയം എന്ന പേരാണെങ്കിൽ ഗംഭീരമാകും. പിൻവാതിൽ നിയമനം കിട്ടിയവനും ക്രിമിനൽ കേസുകളിൽ നിന്നും ഊരിപ്പോന്നവരും പോക്സോ കേസിൽ ഉൾപ്പെടാതെ രക്ഷപ്പെട്ടവന്മാരും അഴിമതി നടത്തി കോടികൾ ഉണ്ടാക്കിയവന്മാരും കഞ്ചാവും മയക്കുമരുന്നും കടത്തിയവന്മാരും പാർട്ടിയുടെ ഭാഗമായി നിന്ന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തി ലക്ഷപ്രഭുക്കളായവരും ഉൾപ്പെടെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ കാണിക്കേണ്ട ഒരുപാട് പേർ ഈ പാർട്ടിയിലുണ്ട്. അതുകൊണ്ട് പിണറായി വിജയൻ എവിടെ ചെന്നാലും 1000 അഭിവാദ്യങ്ങൾ വിളിക്കാൻ അവരൊരു 100 പേരെങ്കിലും കാണും.
നിങ്ങൾ എത്രയെത്ര തൊണ്ടപൊട്ടി മുദ്രാവാക്യം വിളിച്ചാലും ആണ്ടബാധ കൊണ്ടേ പോകൂ എന്ന മട്ടിൽ ഈ പിണറായി വിജയൻ പാർട്ടിയുടെ അസ്ഥിവാരം തോണ്ടിയേ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സഖാക്കളെ. പിണറായി വിജയൻ അധികാരത്തിലേറിയത് VS അച്യുതാനന്ദൻ്റെ തല നാടുനീളെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ്. തുടർഭരണത്തിലെത്തിയത് ഒരു അഭിസാരികയെ മുമ്പിൽ നിർത്തി ഉമ്മൻചാണ്ടിയെ നാണം കെടുത്തിക്കൊണ്ടാണ്. പിന്നെ പ്രളയവും നിപ്പയും കോവിഡും നിങ്ങൾക്ക് തുണയായി. നാറ്റക്കഥകളെയും ദുരന്തങ്ങളെയും അവസരമാക്കിയാണ് നിങ്ങൾ ഈ അധികാര കസേരയിൽ കയറിപ്പറ്റിയത്. ജനങ്ങളുടെ 7 അയലത്ത് പോലും അടുക്കാൻ മടിക്കുന്ന, അവരെ 36 അടി അകലെ മാറ്റി നിർത്തുന്ന നിങ്ങൾക്ക് എങ്ങനെ കേരളത്തിലെ ഒരു വിപ്ലവ പ്രസ്ഥാനത്തെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവാകാൻ കഴിയും? ജനങ്ങൾ നിങ്ങളുടെ അരികിലെത്തുമോ നിർഭയം? ഒരു പ്രസ്ഥാനത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണംകെട്ട തോൽവിയിലേക്ക് നയിച്ച ഒരു മനുഷ്യനെ ഇങ്ങനെ ആഹ്ലാദപൂർവ്വം സ്വീകരിക്കാൻ ഈ അടിമകൾക്കല്ലാതെ ലോകത്ത് ആർക്കാണ് കഴിയുക? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരൊറ്റ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഈ പിണറായി വിജയനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ആകെ ജയിച്ചത് ചേലക്കര മാത്രമാണ്. ഇപ്പോഴതും കയ്യിൽ നിന്നും പോയ മട്ടാണ്. ഇങ്ങനെ ഒരവസ്ഥ ഈ പാർട്ടിക്ക് കേരളത്തിൽ ഉണ്ടായിത്തീരാൻ ആരാണ് കാരണക്കാരൻ? എന്തൊക്കെയായാലും സന്തോഷിക്കാൻ ഒരു കാരണവുമില്ലാതെ തന്നെ സന്തുഷ്ടരായി തീരുക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിമകളെ സംബന്ധിച്ചിടത്തോളം ഒരു വരപ്രസാദമാണ്. ഈ പാർട്ടി ഒരു രാഷ്ട്രീയ പൗരോഹിത്യത്തിൻ്റെ വഴിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അത് അവർക്ക് നല്ലതുപോലെ അറിയാം. അതായത് ആചാരപരമായ ആരാധനാക്രമം കൊണ്ട് നിലനിർത്തപ്പെടുന്ന ഒരു സ്ഥാപനമായി ഈ പ്രസ്ഥാനം രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പാർട്ടി എന്നത് ഒരു സാധനമായി മാറിയിരിക്കുന്നു. പണ്ട് മാർക്സ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, മനുഷ്യർ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും അവരിൽ നിന്നും അകന്നു പോയിട്ട് അവനെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന ഒരു അവസ്ഥയുണ്ടാകുമെന്ന്. അത് മാറ്റിയെടുക്കണമെങ്കിൽ നേതാക്കൾ മനുഷ്യത്വം വീണ്ടെടുക്കണം. പുഞ്ചിരി നേതാക്കളുടെ ചുണ്ടിൽ നിന്നും, മനുഷ്യസ്നേഹം അവരുടെ ഹൃദയത്തിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടിട്ട് എത്രയോ കാലമായി. നിത്യജീവിത പ്രശ്നങ്ങളിൽ നിന്ന് പാർട്ടി എത്രത്തോളം അകന്നു നിൽക്കുന്നുവോ അത്രയും ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടുമെന്ന പ്രാഥമിക ബോധം പോലും ഈ സഖാവും മാനേജർമാർക്ക് ഇല്ലാതെ പോയി. പാർട്ടി നിലനിൽക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയല്ലെന്നും ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും, പാർട്ടിയെ രക്ഷിക്കലല്ല ജനങ്ങളെ നിലനിർത്തുക എന്നതാണ് പാർട്ടിയുടെ കടമ എന്നും EMS നമ്പൂതിരിപ്പാട് ഒരു ലേഖനത്തിൽ എഴുതിയത് ഓർക്കുന്നു. സഖാവ് പിണറായി വിജയനോട് ഒന്നേ പറയാനുള്ളൂ. തന്നെ വൃദ്ധനെന്ന് വിളിച്ച് പരിഹസിച്ചവരോട് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത് ഞങ്ങളുടെ കാലത്തും വൃദ്ധന്മാരുണ്ടായിരുന്നു എന്നായിരുന്നു. എന്നാൽ അവരെ ചവിട്ടിത്തെറിപ്പിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് എന്നായിരുന്നു. എന്നാൽ ചരിത്രപരമായ ഈ തോൽവിയുമായി ബന്ധപ്പെട്ട് വാഗ്വിലാസിയായ M സ്വരാജ് പറഞ്ഞത് നിങ്ങളാരെങ്കിലും കേട്ടിരുന്നോ? ഞങ്ങളുടെ പാർട്ടി തോറ്റാലുടൻ അതിന് നേതൃത്വം വഹിച്ച നേതാവിനെ മാറ്റുകയില്ല, അയാളാണ് തോൽവിക്ക് ഉത്തരവാദി എന്ന് പറയുകയില്ല, ഇത്തരം പരിപാടികളൊന്നും ഞങ്ങളുടെ പാർട്ടിയിലില്ല എന്നാണ്. PB അംഗങ്ങളിൽ ഏറ്റവും മുതിർന്ന പിണറായി വിജയൻ നിയമസഭയിലുള്ളപ്പോൾ പ്രതിപക്ഷ നേതാവായി മറ്റൊരാളെപ്പറ്റി ഞങ്ങൾ സങ്കല്പിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. അല്ല സ്വരാജേ, കേന്ദ്ര കമ്മിറ്റി അംഗത്തിലൊരാളായ ശൈലജ ടീച്ചർ നിയമസഭയിലുള്ളപ്പോഴല്ലേ 2ാം പിണറായി വിജയൻ്റെ കാലത്ത് വന്നു കയറിയ വിപ്ലവകാരിയായ വീണ ജോർജിനെ നിങ്ങൾ മന്ത്രിയാക്കിയത്? പിണറായി വിജയന് മാത്രമേയുള്ളൂ ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ വയസ്സിളവുള്ളത്. തിരുനാമ സങ്കീർത്തനങ്ങൾ എണ്ണി വയസ്സ് 90 അടുത്തു പരിവത്സരം മേന്ന് പൂന്താനം തിരുമേനി പാടിയതുപോലെ ഭരണത്തിൻ്റെ സുഖമെല്ലാം അനുഭവിച്ച് വയസ്സ് 81 വീട്ടിൽ വിശ്രമിക്കേണ്ട കാലത്ത് നിങ്ങൾ വീണ്ടും ഈ മനുഷ്യനെ പ്രതിപക്ഷ നേതാവാക്കി വെച്ച് ജനാധിപത്യത്തെ ഇങ്ങനെ കൊഞ്ഞനം കുത്തല്ലേ? പിണറായി പേടി കൊണ്ട് മാത്രമാണ് ഈ പ്രസ്ഥാനം ഇങ്ങനെ പോകുന്നതെന്നും ആ മനുഷ്യൻ ഇല്ലാതായാൽ ഈ പ്രസ്ഥാനം നാനാവഴിക്ക് പിളർന്നു പോകുമെന്നും നിങ്ങൾ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് ഭീഷ്മ പിതാമഹൻ്റെ അവസ്ഥയിലെത്തിയാലും നിങ്ങൾ തലചായ്ക്കാൻ ഒരു അമ്പെങ്കിലും അയച്ചു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ തല താങ്ങി നിലനിർത്തും. ജനങ്ങളുമായി നേരിട്ടുള്ള ബന്ധത്തിലൂടെ എന്തുകൊണ്ടാണ് നിങ്ങളിൽ ഒരാൾക്ക് എന്നെ മറികടന്നു വരാൻ കഴിയാത്തത് എന്ന് എന്തെങ്കിലും പിണറായി വിജയൻ പാർട്ടിയുടെ യുവ നേതൃത്വത്തോട് ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ അങ്ങനെ വരാൻ നിങ്ങൾ യുവാക്കളെ അനുവദിച്ചിട്ടുണ്ടോ? പ്രസ്ഥാനത്തെ മുഴുവൻ ഒറ്റയ്ക്ക് വിഴുങ്ങി 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടിട്ടേ ഞാൻ പോകൂ എന്ന വാശി ഒരു നേതാവിന് നല്ലതല്ല. പിണറായി വിജയ പോരാളി, ധീരതയോടെ നയിച്ചോളൂ എന്നാണ് അണികൾ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചത്. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ജനത്തോട് നടത്തിയത് കടുത്ത പോരാട്ടമായിരുന്നല്ലോ. ഒരമ്മിക്കല്ല് തിന്നാലും തീരാത്ത വിശപ്പുണ്ടാകും. കനത്ത തോൽവിയിൽ നിന്നും കരകയറാൻ പാർട്ടി സഖാക്കൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ശ്വാസം വിടാൻ പോലും ഈ സർക്കാരിനെ ഇനി അനുവദിക്കരുത് എന്നാണ് സഖാവെ നമ്മുടെ പോരാട്ടം തുടങ്ങി വയ്ക്കുന്നത്. നല്ലൊരു ഹർത്താലോ ബന്ധോ നടത്തി വേണം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യാൻ. എന്തായാലും കണ്ണൂരിലെ ജനങ്ങൾക്കിടയിൽ നിന്നും ഊർജ്ജമെല്ലാം വലിച്ചെടുത്തുകൊണ്ട് പിണറായി വിജയൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചൊരു വരവുണ്ട്.
കായകൽപ്പം കഴിഞ്ഞതുപോലെയുള്ള ഉഗ്രശക്തിയോടെ. പിന്നെ പാർട്ടിയെ പിടിച്ചാൽ കിട്ടില്ല.